Hi dear students, welcome back to Alex E Academy. Your lecture CET 438 Airport, Seaport and Harbour Engineering first module fourth lecture ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എയർപോർട്ട് ആൻഡ് ഇറ്റ്സ് കമ്പോണൻറ്റ്. Airport. It's a complex transportation facility designed to serve aircraft, passenger, cargo and service vehicles. Each of these uses is served by different components of an airport. Components of an airport are typically placed into two categories, airside and landside. അപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. എയർപോർട്ടിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ എയർക്രാഫ്റ്റിനും പാസഞ്ചേഴ്സിനും പിന്നെ പാസഞ്ചേഴ്സിൻ്റെ കാർഗോ അതായത് ലഗേജസും പിന്നെ സർഫസ് വെഹിക്കിൾ അതായത് എയർപോർട്ടിലേക്ക് അവർ വരുന്ന വെഹിക്കിൾ 2 വീലേഴ്സും 4 വീലേഴ്സും അപ്പോൾ ഇതുപോലുള്ള എല്ലാ കാറ്റഗറി ആൾക്കാർക്കും സെർവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എയർപോർട്ടിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള അതായത് ഈ പറയുന്ന എയർക്രാഫ്റ്റ്, പാസഞ്ചർ, കാർഗോ, സർഫസ് വെഹിക്കിളിന് അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എയർപോർട്ടിൻ്റെ പല കമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇനി എയർപോർട്ടിൻ്റെ മൊത്തത്തിലുള്ള കമ്പോണൻസിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, എയർ സൈഡ്, ലാൻഡ് സൈഡ് എന്നുള്ള രീതിയിൽ. എയറിൻ്റെ സൈഡിൽ വരുന്നതും ലാൻഡ് ഫേസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എയർ സൈഡ് എന്താണെന്ന് നോക്കാം. എയർ സൈഡ് ഓഫ് ആൻ എയർപോർട്ട് ഈസ് പ്ലാൻഡ് ആൻഡ് മാനേജ് ടു അക്കോമഡേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർക്രാഫ്റ്റ് അറൌണ്ട് ദി എയർപോർട്ട് ആസ് വെൽ ആസ് ടു ആൻഡ് ഫ്രം ദ എയർ. എയർ സൈഡ് കമ്പോണൻസ് ആർ ഫർദർ കാറ്റഗറൈസ്ഡ് ആസ് ബീങ് പാർട്ട് ഓഫ് ലോക്കൽ എയർ സ്പേസ്. എയർപോർട്ട്സ് Airfield component includes all the facilities located on the physical property of the airport to facilitate aircraft operation. അപ്പോൾ എയർ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന മാനേജ് ചെയ്യുന്നതും എയർ സൈഡ് ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇനി എയർ സൈഡ് കമ്പോണൻസിന് നമ്മൾ ഫർദർ വീണ്ടും ലോക്കൽ എയർ സ്പേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനി വരുന്ന ഫ്ലോ ചാർട്ടിൽ കാണിച്ചു തരാം. ഇനി എയർപോർട്ടിൻ്റെ എയർഫീൽഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ട് ഫിസിക്കലി നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസിനെയാണ് എയർ സൈഡ് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് ഫിസിക്കലി പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഫെസിലിറ്റിയാണ് എയർ സൈഡായിട്ട് നമ്മൾ പറയുന്നത്. ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫെസിലിറ്റീസ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് ഓൺ ആൻ എയർക്രാഫ്റ്റ് എയർ സൈഡ് ആണ്. അപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ അകത്ത് എയർ സൈഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ എയർ സൈഡ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ പറയുന്നവയാണ്. ഫസ്റ്റ് വൺ റൺവേ, taxiway apron, aircraft parking area, navigational aids, lighting system, signage and marking. Some other facilities are air rescue and firefighting, air de-icing station, fuel facilities. അപ്പോൾ എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള എയർ സൈഡ് കമ്പോണൻസ്, എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസിൻ്റെ എയർപോർട്ടിൻ്റെ അകത്തുള്ള കമ്പോണൻസിനെയാണ് എയർ സൈഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫർദർ അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ നോക്കുന്നുണ്ട്. അപ്പോൾ എയർ സൈഡ് എന്താണെന്ന് പറഞ്ഞു. ഇനി ലാൻഡ് സൈഡ് എന്താണെന്ന് നോക്കാം. ലാൻഡ് സൈഡ് കമ്പോണൻറ്റ് ഓഫ് ആൻ എയർപോർട്ട് ആർ പ്ലാൻഡ് ആൻഡ് മാനേജ് ടു അക്കോമഡേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട് ബേസ്ഡ് വെഹിക്കിൾ, പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ. The land side components are further categorized to reflect the specific uses being served. The airport terminal component is primarily designed to facilitate the movement of passengers and luggages from the land side to aircraft of the air side. The airport ground access component accommodates the movement of ground-based vehicle to and from the surrounding metropolitan area as well as between the various buildings found on the airport property. അപ്പോൾ ലാൻഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എയർ സൈഡ് എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ആണ്. ലാൻഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൗണ്ട് ബേസ്ഡ് വെഹിക്കിൾ, നമ്മുടെ കാറ്, ബസ്, 2 വീലേഴ്സ്, അതാണ് ഗ്രൗണ്ട് ബേസ്ഡ് വെഹിക്കിൾ. പിന്നെ നമ്മളായ പാസഞ്ചേഴ്സ്, നമ്മുടെ ലഗേജസ്, കാർഗോസ്, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റിനും ഫെസിലിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, മാനേജ് ചെയ്തേക്കുന്ന എയർപോർട്ടിലെ കമ്പോണൻസ് ആണ് ലാൻഡ് സൈഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഈ ലാൻഡ് സൈഡ് കമ്പോണൻറ്റിന് അതിൻ്റെ സ്പെസിഫിക് യൂസ് അനുസരിച്ച് നമ്മൾ ഫെർദർ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എയർപോർട്ടിൻ്റെ അകത്തുള്ള ടെർമിനൽ കമ്പോണൻറ്റ്, ടെർമിനൽ ബിൽഡിങ്ങുകളെല്ലാം പാസഞ്ചേഴ്സിനും അവരുടെ ലഗേജസിൻ്റെ മൂവ്മെൻറ്റിനും വേണ്ടിയിട്ടാണ്. എവിടെ നിന്നാണ് ലാൻഡ് ചെയ്യുന്ന എയർക്രാഫ്റ്റിലേക്ക് അവരുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെർമിനൽ കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി എയർപോർട്ട് ഗ്രൗണ്ട് ആക്സസ് കമ്പോണൻറ്റ് അക്കോമഡേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ്, അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ വരുന്ന വെഹിക്കിൾസ്, പാസഞ്ചേഴ്സ് വരുന്ന വെഹിക്കിൾസ് അതെവിടെ നിന്നൊക്കെ ആയിരിക്കും, സറൗണ്ടിങ് മെട്രോപൊളിറ്റൻ ഏരിയ, മറ്റ് ആ വെഹിക്കിൾസിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് ആക്സസ് കമ്പോണൻ്റ് ആണ്.
അതും ഈ ലാൻഡ് സൈഡിലാണ് വരുന്നത്. അതേപോലെ ഈ എയർപോർട്ടിൽ തന്നെ പല പല ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്കുള്ള വണ്ടികളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതൊക്കെ ഈ ലാൻഡ് സൈഡ് കമ്പോണൻസ് ആണ്. അപ്പോൾ മെയിൻലി എയർപോർട്ട് കമ്പോണൻസിനെ എയർ സൈഡിൽ നിന്നും ലാൻഡ് സൈഡിൽ നിന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സിമ്പിളായിട്ട് നമുക്കൊരു ഫ്ലോ ചാർട്ടിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് മൊത്തത്തിൽ ഒരു എയർപോർട്ടിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ആദ്യം വരുന്ന ഇത്രയും പോർഷനാണ് ലാൻഡ് സൈഡ് എന്നും പറഞ്ഞ് നമ്മൾ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ വരുന്നതിനെയാണ് നമ്മൾ എയർ സൈഡ് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതാണ് എയർപോർട്ട് ഗ്രൗണ്ട് ആക്സസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്നു. ഇതാണ് എയർപോർട്ടിൻ്റെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഫെസിലിറ്റിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ സർക്കുലാർ ഡ്രൈവ് ആ ഒരു പോയിന്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ ടെർമിനൽ ബിൽഡിങ്ങിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ചെക്ക് ഇൻ ചെയ്ത് ടെർമിനൽ ബിൽഡിംഗ് വരെ പോയി. അപ്പോൾ ടെർമിനൽ ബിൽഡിംഗ് വരെയുള്ള പോർഷനെയാണ് നമ്മൾ ലാൻഡ് സൈഡ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ പാസഞ്ചർ ഓപ്പറേഷൻസ് ആയിട്ടുള്ള പല വെഹിക്കിൾസും കാര്യങ്ങൾസും ഒക്കെ ഉണ്ടാവും. ഇനി ഇതിന് ശേഷം ടെർമിനൽ ബിൽഡിങ്ങിൽ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടായിരിക്കും? അപ്രോൺ ഗേറ്റ് ഏരിയ, അതായത് എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന അപ്രോണിലേക്കുള്ള ഗേറ്റ് ഏരിയ. അവിടെ നിന്ന് നമ്മൾ നേരെ ടാക്സി വേ സിസ്റ്റം, അവിടെ നിന്ന് ഹോൾഡിംഗ് ബേ, അവിടെ നിന്ന് ഹോൾഡിംഗ് ഏരിയ, അവിടെ നിന്ന് നേരെ എയർക്രാഫ്റ്റ് റൺവേയിലേക്ക് പോകുന്ന എയർക്രാഫ്റ്റ് നേരെ ഫ്ലൈ ചെയ്ത് അടുത്ത എയർപോർട്ടിൻ്റെ ടെർമിനലിലേക്ക് പോകും. ഇനി ഇതേപോലെ തിരിച്ചു വരുന്ന ഒരു എയർക്രാഫ്റ്റ് ആദ്യം വരുന്നത് റൺവേയിലേക്കായിരിക്കും. ആ റൺവേയിലേക്ക് വരുന്ന എയർക്രാഫ്റ്റ് നേരെ എക്സിറ്റ് ടാക്സി വേയിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ അത് ടാക്സി വേ സിസ്റ്റത്തിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ അപ്രോൺ, അതായത് ലോഡിംഗ് അൺലോഡിംഗ് ഏരിയയിലേക്ക് വരും. അവിടെ നിന്ന് ആൾക്കാരെ എങ്ങോട്ടേക്ക് ടെർമിനൽ ബിൽഡിങ്ങിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് അവർ വെഹിക്കിൾ വഴി എന്ത് ചെയ്യും? മെയിൻ പാർക്കിംഗ് ഏരിയയിലേക്ക് വരും. അവിടെ നിന്ന് അവരുടെ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാം. ഈ രീതിയിൽ നമുക്കൊരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എയർപോർട്ട് കമ്പോണൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി മെയിനായിട്ട് വരുന്ന ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കമ്പോണൻസ് ഓഫ് എയർപോർട്ടിന് മെയിനായിട്ട് ലാൻഡിംഗ് ഏരിയ, എയർപോർട്ട് ടെർമിനൽ ഏരിയ, കൺട്രോൾ ടവർ, ഈ മൂന്നായിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ അകത്താണ് ഫർദർ ഓരോ കാര്യങ്ങളും വരുന്നത്. ആദ്യത് ലാൻഡിംഗ് ഏരിയ ഓഫ് എയർപോർട്ട്. ദി കമ്പോണൻറ്റ് ഓഫ് എയർപോർട്ട് യൂസ്ഡ് ഫോർ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ എയർക്രാഫ്റ്റ്. ലാൻഡിംഗ് ഏരിയ ഇൻക്ലൂഡ്സ് റൺവേസ് ആൻഡ് ടാക്സിവേസ്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങിന് ടേക്ക് ഓഫ് ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ലാൻഡിംഗ് ഏരിയ ഓഫ് എയർപോർട്ട് എന്ന് പറയുന്നത്. ലാൻഡിംഗ് ഏരിയയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എയർപോർട്ടിലെ റൺവേയും ടാക്സിവേയുമാണ്. ഈ റൺവേയിൽ വീണ്ടും സ്റ്റോപ്പ് വേ, ക്ലിയർ വേ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് കഴിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം റൺവേ എന്താണെന്ന് നോക്കാം. Long and narrow strip of land prepared for landing and takeoff operation of the aircraft is known as runway. It is usually cement concrete paved. It should comply the following condition: avoid delay, grant the shortest taxiway distance, make provision for adequate taxiway. അപ്പോൾ റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീളം കൂടിയതും എന്നാൽ നാരോ ആയിട്ടുള്ള ഒരു ലാൻഡിൻ്റെ സ്ട്രിപ്പിനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുന്നത്. അതെപ്പോഴും ഒരു കോൺക്രീറ്റ് പേവ്ഡ് അല്ലെങ്കിൽ ബിറ്റുമിനസ് റോഡ് പേയ്മെൻ്റ് ആയിരിക്കും. അതായത് റോഡ് പോലെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫ് ഓപ്പറേഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റൺവേ ഈ പറയുന്ന 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എയർക്രാഫ്റ്റിന് ഡിലേ ഉണ്ടാകാൻ പാടില്ല, അവോയ്ഡ് ഡിലേ. ഇനി ടാക്സി വേയിലേക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം റൺവേയിൽ നിന്ന് ഉണ്ടാവേണ്ടത്. പിന്നെ മേക്ക് പ്രൊവിഷൻസ് ഫോർ അഡിക്വേറ്റ് ടാക്സി വേ. അപ്പോൾ റൺവേയുടെ സൈഡുകളിലായിട്ട് അഡിക്വേറ്റ് എത്ര ടാക്സി വേ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഇവൻ ദ പേവ്ഡ് ലാൻഡ് ഓൺ വിച്ച് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ ടേക്ക് പ്ലേസ്. ദ റൺവേസ് ആർ നെയിംഡ് ബൈ നമ്പർ 0, 1 and 36. Number between 0, 1 and 36, which is generally the magnetic azimuth of the runway heading. അപ്പോൾ റൺവേയുടെ ലൊക്കേഷൻ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതിയിൽ മാഗ്നറ്റിക് അസിമുത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി റൺവേസിന് നെയിമിങ്സ് കൊടുക്കാറുണ്ട്. അത് നമ്പേഴ്സായിട്ടാണ് കൊടുക്കുന്നത്. ഈ നമ്പേഴ്സ് 0, 1 മുതൽ 36 വരെയാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. ഇനി ഈ നമ്പർ എന്തിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റൺവേ നമ്പേർഡ് 09 points ഈസ്റ്റ്. 09 എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റ് പോയിൻറ്റിംഗ് ആണെന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം 90 ഡിഗ്രിയിലാണ് അതിരിക്കുന്നത്. ദ റൺവേ 18 ഈസ് സൗത്ത്. അപ്പോൾ 18 എന്ന് പറയുന്ന റൺവേ നമ്മൾ റൺവേയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സൗത്ത് ഫേസിംഗ് ആണ്. അതിൻ്റെ അർത്ഥം അത് 180 ഡിഗ്രി അലൈൻമെൻറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇനി റൺവേ 27 points വെസ്റ്റ്. 27 എന്ന് എഴുതിയേക്കുന്ന ഒരു റൺവേ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെസ്റ്റ് ഫേസിംഗ് ആണ്. അത് 270 ഡിഗ്രി ഇൻക്ലിനേഷൻ, അതായത് ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. ഇനി റൺവേ 36 എന്ന് പറയുന്നത് പോയിൻറ്റ്സ് നോർത്താണ്. അത് 360 ഡിഗ്രി അലൈൻമെൻറ്റിലായിരിക്കും ആ റൺവേനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ദ നമ്പർ ഓഫ് റൺവേസ് ഫോർ ആൻ എയർപോർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രാഫിക്.
അപ്പോൾ ഒരു എയർപോർട്ടിൽ എത്ര നമ്പർ ഓഫ് റൺവേസ് വേണം എന്നുള്ളത് എന്താണ് അവിടുത്തെ എയർ ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ട്രാഫിക് ഗ്രേറ്റർ ദാൻ 30 മൂവ്മെൻറ്റ്സ് പെർ ഹവർ ദെൻ ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് അനദർ അവർ. ഒരു മണിക്കൂറിൽ 30 കൂടുതൽ ഫ്ലൈറ്റുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു എയർപോർട്ടാണെങ്കിൽ അവിടെ നമ്മൾ അഡീഷണൽ റൺവേ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റൺവേയുടെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ 14 എഴുതിയേക്കുന്നതാണ്. 14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 140 ഡിഗ്രി അസിമുത്ത്, അതായത് ഡയറക്ഷനിലാണ് ഈ റൺവേ നമ്മൾ ഫേസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ റൺവേയുടെ പ്രത്യേകത അത് ഇവിടെ ട്രഷോൾഡ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്ക് നമ്മുടെ എല്ലാം വൈറ്റ് ലൈൻസിലെ മാർക്കിങ്സ് ആണ് റൺവേയുടെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് റൺവേ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബിറ്റ്വീൻ അല്ലെങ്കിൽ കോൺക്രീറ്റ്, ടാറിട്ട റോഡോ അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡോ ആയിരിക്കും നമ്മൾ റൺവേയിൽ കൊടുക്കുന്നത്. ഇനി റൺവേസ് കുറച്ച് ടൈപ്പ് റൺവേസ് ഉണ്ട്. സിംഗിൾ റൺവേ ഉണ്ട്, 2 റൺവേ ഉണ്ട്, ഹെക്സഗണൽ റൺവേ ഉണ്ട്, 45 ഡിഗ്രി റൺവേ, 60 ഡിഗ്രി റൺവേ, 60 ഡിഗ്രി പാരലൽ റൺവേ. ഇത്രയും റൺവേസ് ആണ് നമുക്ക് ടൈപ്സിൽ വരുന്നത്. ഇനി അടുത്ത ടാക്സി വേ. ടാക്സി വേ ഇസ് ദ പാത്ത് വിച്ച് കണക്ട്സ് each end of runway with terminal area, apron, hangar, laid with asphalt or concrete like runway. അപ്പോൾ ടാക്സി വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൺവേനെ നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ്, അപ്രോൺ, ഹാങ്ങേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ റോഡുകളെയാണ് ടാക്സി വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ കാണുന്ന ചെറിയ ചെറിയ റോഡുകളാണ് ടാക്സി വേ. അതായത് മെയിൻ റൺവേനെ ഇപ്പോൾ നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ്, പാർക്കിംഗ് ഏരിയ, പിന്നെ റിപ്പയറിംഗ് ഏരിയ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പേയ്മെൻറ്റുകളാണ് ടാക്സി വേ എന്ന് പറയുന്നത്. ഈ ടാക്സി വേ എന്ന് പറഞ്ഞാൽ റൺവേ പോലെ തന്നെ ബിറ്റ്വീൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് ലെയ്ഡ് റോഡ്സ് ആയിരിക്കും. അടുത്തത് ടെർമിനൽ ഏരിയ. ഇപ്പോൾ നമ്മൾ ലാൻഡിംഗ് ഏരിയ ഓഫ് എയർപോർട്ടാണ് പഠിച്ചത്, അതിൽ റൺവേയും ടാക്സി വേയും നോക്കി. അടുത്ത മെയിൻ കമ്പോണൻ്റാണ് ടെർമിനൽ ഏരിയ. ലൊക്കേഷൻ ഓർ സ്പേസ് ഇൻ ആൻ എയർപോർട്ട് വേർ ട്രാൻസിഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് ഫ്രം ഗ്രൗണ്ട് ടു എയർ ടേക്ക് പ്ലേസ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഓർ സ്പേസ് ഇൻ എയർപോർട്ടിൻ്റെ അകത്തുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പേസ് ആണ് എന്തിനാണ് പാസഞ്ചേഴ്സിൻ്റെ ട്രാൻസിഷന്, അതായത് ഗ്രൗണ്ടിലുള്ള പാസഞ്ചറിനെയും ലഗേജസിനെയും എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുള്ള ഏരിയനാണ് ടെർമിനൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ടെർമിനൽ ഏരിയയുടെ അകത്ത് വരുന്ന കമ്പോണൻസ് ആണ് ടെർമിനൽ ബിൽഡിംഗ് ഓർ എയർപോർട്ട് ടെർമിനൽ, അപ്രോൺ, മൊബൈൽ പാർക്കിംഗ് ഏരിയ, ഹാങ്ങർ. ഇത്രയും കാര്യങ്ങളാണ് ടെർമിനൽ ഏരിയയുടെ അകത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടെർമിനൽ ബിൽഡിംഗ്, അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ്, ദ മേജർ കണക്ഷൻ ബിറ്റ്വീൻ ഗ്രൗണ്ട് ആക്സസ് സിസ്റ്റം ആൻഡ് എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ കണക്ഷൻ ബിൽഡിങ്ങിനെയാണ് ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗ്രൗണ്ടിലൂടെ വന്നു ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി, ഈ ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് കയറുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസ് ഫോർ പ്രോസസ്സിംഗ് ഓഫ് ലഗേജസ്, ബാഗേജസ്, പാസഞ്ചേഴ്സ് ഹാൻഡ്ലിംഗ് യൂണിറ്റ്, എയർപോർട്ട് അഡ്മിനിസ്ട്രേഷൻ, ഓപ്പറേഷൻ, മെയിൻ്റെനൻസ്. ഇപ്പോൾ ഈ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മളെയൊക്കെ ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഔട്ട് ചെയ്യാനും നമ്മുടെ ബാഗേജസ് ഹാൻഡിൽ ചെയ്യാനും നമ്മുടെ കാർഗോ ഹാൻഡിൽ ചെയ്യാനും പിന്നെ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി, അവരുടെ ഓപ്പറേഷൻ, മെയിൻ്റെനൻസ് എല്ലാം നടക്കുന്ന ഈ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്തായിരിക്കും. അടുത്തത് അപ്രോൺ. ഏരിയ ടു അക്കോമഡേറ്റ് എയർക്രാഫ്റ്റ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ, പാസഞ്ചേഴ്സ്, പാർക്കിംഗ്, റീഫ്യൂലിംഗ് എക്സെട്ര. അപ്പോൾ അപ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എയർക്രാഫ്റ്റിൽ നമ്മൾ ലോഡിങ്, അൺലോഡിങ്, റീഫ്യൂവലിങ് അതിനൊക്കെ വേണ്ടി നിർത്തിയിടുന്ന സ്ഥലങ്ങളെയാണ് അപ്രോൺസ് എന്ന് പറയുന്നത്. ഡിസൈൻ ഓഫ് അപ്രോൺസ് ഈസ് ജനറലി ഗവേൺഡ് ബൈ നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് എയർപോർട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അപ്രോൺ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ എണ്ണവും എയർക്രാഫ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നോക്കിയിട്ടാണ് അപ്രോൺസിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി അപ്രോൺസും 3 ടൈപ്പ് അപ്രോൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോഡിംഗ് അപ്രോൺ, ഹോൾഡിംഗ് അപ്രോൺ, ഗേറ്റ് അപ്രോൺ. ലോഡിംഗ് അപ്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ഏരിയ ഇൻ ഫ്രണ്ട് ഓഫ് ടെർമിനൽ ബിൽഡിംഗ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, ഫ്യൂവലിംഗ്, മൈനർ സർവീസിംഗ്, ചെക്കപ്പ് ഓഫ് എയർക്രാഫ്റ്റ്. അപ്പോൾ ടെർമിനൽ ബിൽഡിംഗ് ഈ കാണുന്നതാണ് മെയിൻ ടെർമിനൽ ബിൽഡിങ്ങിന് സൈഡിൽ ഫ്രണ്ടിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോഡിംഗ് അൺലോഡിംഗ് ഏരിയയാണ് ലോഡിംഗ് അപ്രോൺസ് എന്ന് പറയുന്നത്. അത് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അവിടെ നമ്മൾ ലോഡിംഗ് അൺലോഡിംഗ് സംഭവം, അതായത് ആൾക്കാരെയും ലഗേജിനെയും ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാനും എയർക്രാഫ്റ്റിനെ ഫ്യൂവൽ ചെയ്യാനും ചെറിയ ചെറിയ സർവീസും എയർക്രാഫ്റ്റിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോഡിംഗ് അപ്രോൺ. അടുത്ത ഹോൾഡിംഗ് അപ്രോൺ. ദ പൊസിഷൻ ഓഫ് പേവ്ഡ് ഏരിയ പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു ദ എൻഡ് ഓഫ് റൺവേ ഫോർ അലൗവിംഗ് ടു ചെക്ക് എയർക്രാഫ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എൻജിൻ ഓപ്പറേഷൻ പ്രയർ ടു ടേക്ക് ഓഫ് ആൻഡ് ഓൾസോ ടു വെയിറ്റ് ടിൽ ദ ക്ലിയറൻസ് ഫോർ ദ ടേക്ക് ഓഫ് ഈസ് ഗവേൺഡ്. ഇത് ആക്ച്വലി റൺവേക്ക് തൊട്ട് മുമ്പ്, ഇതൊരു റൺവേ ആണെങ്കിൽ റൺവേക്ക് തൊട്ട് മുമ്പുള്ള എയർക്രാഫ്റ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന ഏരിയയാണ് ഹോൾഡിംഗ് അപ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫിന് മുമ്പ് എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യാം, എൻജിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ടേക്ക് ഓഫിന് വേണ്ടിയിട്ടുള്ള ആ ഒരു
നമ്മുടെ റൺവേ ക്ലിയർ ആകുന്നവരെ എയർക്രാഫ്റ്റ് വെയിറ്റ് ചെയ്യുന്ന പൊസിഷൻ. അതുകൊണ്ടാണ് അതിനെ ഹോൾഡിംഗ് അപ്രോൺ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ഗേറ്റ് പൊസിഷൻ. ദ സ്പേസ് അലോക്കേറ്റഡ് ടു ആൻ എയർക്രാഫ്റ്റ് പാർക്കിംഗ് അറ്റ് എ ലോഡിംഗ് അപ്രോൺ. ഇപ്പോൾ ഈ ലോഡിംഗ് അപ്രോണിൽ പല പല പൊസിഷൻസ് ഉണ്ട്. അതിൽ ആ ഒരു പർട്ടിക്കുലർ എയർക്രാഫ്റ്റിന് കൊടുത്തേക്കുന്ന സ്ഥലമാണ് ഗേറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് അപ്രോൺസിൽ വരുന്നത്. ഇനി ഇതെല്ലാം നമ്മുടെ എയർപോർട്ടിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എയർപോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ്, ടെർമിനൽ ബിൽഡിംഗ്. അതിന് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പാർക്കിംഗ് ഏരിയയാണ് അപ്രോൺ എന്ന് പറയുന്നത്, എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇനി പല റൺവേസ് കാണാം. ഇതൊരു റൺവേ ആണ്, ഇതൊരു റൺവേ ആണ്, അങ്ങനെ റൺവേസ് കാണാം. ഈ റൺവേയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന പൊസിഷനാണ് ട്രഷോൾഡ്, റൺവേ ട്രഷോൾഡ്, അതായത് റൺവേയുടെ എൻഡിൽ കാണുന്ന പോയിന്റ്. ഇനി നമ്മൾ ഈ എയർക്രാഫ്റ്റിൽ നിന്ന് വരുന്ന എയർക്രാഫ്റ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന സ്ഥലമാണ് എയർക്രാഫ്റ്റ് ഹോൾഡിംഗ് സൈഡ്. പിന്നെ ഈ റൺവേയുടെ ട്രഷോൾഡ് ഇവിടെയാണ് വരുന്നത്. ഇനി ഇതാണ് ടാക്സി വേ, എയർക്രാഫ്റ്റിനെ ഈ റൺവേയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന സൈഡ് ടാക്സി വേ. അപ്പോൾ ടാക്സി വേ യെല്ലോ മാർക്കിങ്സിലായിരിക്കും ടാക്സി വേ ഉള്ളത്, വൈറ്റ് മാർക്കിങ്സ് ആയിരിക്കും റൺവേക്ക് ഉള്ളത്. ഇപ്പോൾ ഈ റൺവേ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനർത്ഥം 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആംഗിളിലാണ് ആ റൺവേ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി ഓട്ടോമൊബൈൽ പാർക്കിംഗ് ഏരിയ. The area for parking the vehicle of airport staff and passengers outside the terminal building or sometimes on the ground of terminal building. അപ്പോൾ യൂഷ്വലി ടെർമിനൽ ബിൽഡിങ്ങിന് പുറത്തായിട്ടായിരിക്കും, എയർപോർട്ടിന് പുറത്തായിട്ടായിരിക്കും, ടെർമിനൽ ബിൽഡിങ്ങിന് പുറത്തായിട്ടായിരിക്കും ഈ പാർക്കിംഗ് ഏരിയ കൊടുക്കുന്നത്. അവിടെ സ്റ്റാഫ്, എയർപോർട്ട് സ്റ്റാഫിൻ്റെയും വരുന്ന പാസഞ്ചേഴ്സിൻ്റെയൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ഈ ചില സമയത്ത് ഇത് ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്ത ഹാങ്ങർ. Hangar is a place where repairing, servicing of aircraft is done. Taxiway connects hangar with the runway. It is constructed in the form of large shed using steel truss and frames. Large area should be provided for hangar for comfortable movement of aircraft. അതായത് എയർക്രാഫ്റ്റിൻ്റെ സർവീസിങ്ങിനും റിപ്പയറിങ്ങിനും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷെഡിനെയാണ്, ഓപ്പൺ സ്പേസിനെയാണ് നമ്മൾ ഹാങ്ങർ എന്ന് പറയുന്നത്. ഹാങ്ങർ ടാക്സിവേ ആണ് ഹാങ്ങറും റൺവേയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി ഇത് ഹാങ്ങർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ലാർജ് ഷെഡ് പോലെ സ്റ്റീൽ ട്രസ്സും ഫ്രെയിംസും വെച്ചിട്ടാണ് നമ്മൾ ഹാങ്ങർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഹാങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം. അതായത് എയർക്രാഫ്റ്റ് ഫ്രീ ആയിട്ട് കംഫർട്ടബിളായിട്ട് അതിൻ്റെ അകത്ത് മൂവ് ചെയ്യാൻ പാകത്തിന് കംഫർട്ടബിളായിട്ടുള്ള ഹാങ്ങർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് റൺവേ ആണ്, ഇതിനെ കണക്ട് ചെയ്യുന്ന ടാക്സി വേ ആണിത്. ഈ ടാക്സി വേ കൂടി നമുക്ക് എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ഹാങ്ങറിലേക്ക് പോകാം. ഇതാണ് ടെർമിനൽ ബിൽഡിംഗ്. കുറച്ച് മാറിയായിട്ട് ഇവിടെ നമുക്ക് ഹാങ്ങേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ ഷെഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത കൺട്രോൾ ടവർ. ദ കൺട്രോൾ ടവർ ഇസ് എ സെൻറ്റർ ഓഫ് എയർ ട്രാഫിക് കൺട്രോൾ. എയർ ട്രാഫിക് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങിനെയാണ് കൺട്രോൾ ടവർ എന്ന് പറയുന്നത്. ദ ഒബ്സർവേഷൻ ഈസ് ഡൺ ബൈ ദ കൺട്രോളർ ത്രൂ റഡാർസ് ആൻഡ് ഇൻഫർമേഷൻ ഈസ് ക്യാരിഡ് ത്രൂ ദ റേഡിയോ. അപ്പോൾ റഡാർ വഴി കൺട്രോളർ അതിൻ്റെ അകത്തുള്ള ഓഫീസേഴ്സ് ഓരോ എയർക്രാഫ്റ്റിനെയും സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് റേഡിയോ ട്രാൻസ്മിഷൻ വഴി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇൻഫോം പൈലറ്റ്സ് അബൌട്ട് ദിയർ എയർപോർട്ട് ട്രാഫിക്, ലാൻഡിംഗ് റൂട്ട്സ്, വിസിബിലിറ്റി, വിൻഡ് സ്പീഡ്, റൺവേ ഡീറ്റെയിൽസ് എക്സെട്ര. അപ്പോൾ ഈ കൺട്രോൾ ടവറിൽ നിന്നായിരിക്കും നമ്മുടെ പൈലറ്റ്സിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എയർപോർട്ടിലെ എയർ ട്രാഫിക് കണ്ടീഷൻസ് എന്താണ്, അവിടെ ലാൻഡിംഗ് റൂട്ട്സ് ഒക്കെ ക്ലിയർ ആണോ, എയർപോർട്ടിൽ വിസിബിലിറ്റി ഓക്കെ ആണോ, വിൻഡിൻ്റെ സ്പീഡ് എത്രയാണ്, റൺവേയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇത് ഏത് നമ്പർ റൺവേയിലാണ് ലാൻഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. ദേ ഗീവ് ദ പൈലറ്റ് പെർമിഷൻ ടു ടേക്ക് ഓഫ് ഓർ ടെൽ ദം വിച്ച് റൺവേ ടു യൂസ്. അപ്പോൾ കൺട്രോൾ ടവറിൽ നിന്നാണ് പൈലറ്റ്സിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അതേപോലെ ഏത് റൺവേ ആണ് അവർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നതൊക്കെ കൺട്രോൾ ടവറിൽ നിന്നാണ്. അടുത്ത സ്റ്റോപ്പ് വേ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റൺവേയുടെ തന്നെ അകത്ത് വരുന്ന കുറച്ച് പോർഷൻസാണ് സ്റ്റോപ്പ് വേ. A rectangular paved area provided at the end of a runway in which an aircraft can be stopped after an uninterrupted takeoff is known as stop way. Designed for the use of deaccelerating the aircraft during an aborted takeoff. Width is equal to the width of runway and is centrally located along the extended center line of the runway. Thickness is less than that of runway. അപ്പോൾ ആക്ച്വലി ഇതുപോലെ ഇതാണ് നമ്മുടെ റൺവേ. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് മൂവ് ചെയ്ത് ഈ പോയിൻ്റ് എത്തുമ്പോൾ അത് ചെറുതായിട്ട് പൊങ്ങാൻ തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ അത് മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിൻ്റ് എത്തുമ്പോൾ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായാൽ നമ്മളതിനെ ഡീആക്സലറേറ്റ് ചെയ്ത് ഈ എയർക്രാഫ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വേ ആണ് സ്റ്റോപ്പ് വേ. ആക്ച്വലി റൺവേ ഇവിടം വരെ ഉള്ളൂ. ഈ റൺവേനെ ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അതേ വിഡ്ത്തിൽ തന്നെ നമ്മളൊരു എക്സ്റ്റെൻഡഡ് പോർഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് സ്റ്റോപ്പ് വേ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഇത്രയുള്ള റൺവേ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചെറിയൊരു റെക്റ്റാങ്കിൾ പോർഷനും കൂടി സ്റ്റോപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഏതെങ്കിലും രീതിയിൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി ടേക്ക് ഓഫ് അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ആ വണ്ടി പിടിച്ച് നിർത്താൻ, എയർക്രാഫ്റ്റിനെ പിടിച്ച് നിർത്താനായിട്ടുള്ള ലാസ്റ്റ് റേഞ്ച് സ്ഥലമാണ് സ്റ്റോപ്പ് വേ. അപ്പോൾ സ്റ്റോപ്പ് വേ എന്ന് പറയുമ്പോഴത്തേക്കും റൺവേയുടെ അതേ വിഡ്ത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. റൺവേക്ക് സെൻട്രലി ആയിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് റെക്ടാങ്കിൾ ഷേപ്പിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി റൺവേയുടെ തിക്നെസ്സിനെക്കാളും ചെറിയ തിക്നെസ് മതി അതിന്. കാരണം റൺവേയിലാണ് ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ റൺവേയുടെ തിക്നെസ്സിനെക്കാളും വളരെ ചെറിയ തിക്നെസ് ആയിരിക്കും സ്റ്റോപ്പ് വേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത് വല്ലപ്പോഴേ നമ്മളത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ക്ലിയർ വേ. An area beyond the end of runway in the direction of takeoff over which the aircraft makes its initial climb is known as clearway. Provided as a precautionary measure against engine failure. Centrally located along the extended center line of the runway and not less than 150 meter. അതായത് നമ്മുടെ ഇത്രയും ഏരിയനാണ് ക്ലിയർ വേ എന്ന് പറയുന്നത്. അപ്പോൾ റൺവേ ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഒരു എൻജിൻ ഫെയിലിയർ ഉണ്ടായാൽ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഫ്രീ സ്പേസ് ആയിട്ട്. അപ്പോൾ ആ എയർക്രാഫ്റ്റിന് ഈ മണ്ണിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി അതുപോലെ എയർക്രാഫ്റ്റ് നന്നായിട്ട് ടേക്ക് ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിന് ഇനീഷ്യൽ ക്ലൈംബ് വരുന്ന ഏരിയയാണ്. ഇനീഷ്യൽ ക്ലൈംബ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നവരെ നമ്മൾ കുറച്ച് ഫ്രീ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം, ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ക്ലിയർ വേയുടെ അവിടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എയർക്രാഫ്റ്റ് ആവശ്യത്തിന് ഹൈറ്റ് അറ്റൈൻ ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലിയർ വേ. അപ്പോൾ ക്ലിയർ വേ എന്ന് പറയുമ്പോഴത്തേക്ക് റൺവേയുടെ അതേ ഡയറക്ഷനിൽ ടേക്ക് ഓഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിയർ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതൊരു പ്രിക്കോഷണറി മെഷർ കൂടിയാണ്. എൻജിൻ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലിയർ വേ ചിലപ്പോൾ യൂസ്ഫുള്ളായിട്ട് വരും. ഇനി ഇത് നമ്മുടെ റൺവേ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ സെൻട്രൽ ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു 150 മീറ്ററെങ്കിലും നമ്മൾ ക്ലിയർ വേ റൺവേയുടെ പുറത്തേക്ക് കൊടുക്കാറുണ്ട്. അടുത്ത അപ്രോച്ച് സോൺ. ഇത് ആക്ച്വലി എയറിലുള്ള ഏരിയയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ രീതിയിൽ നമ്മളൊരു എയർക്രാഫ്റ്റിനെ ടേക്ക് ഓഫ് ചെയ്യണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഏരിയ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വിസിബിൾ ആയിരിക്കണം. അതുപോലെ തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്തും വലിയ ബിൽഡിങ്സോ വലിയ മരങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വിസിബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ സ്മൂത്ത് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് നടക്കൂ. ആൻ എയർക്രാഫ്റ്റ് നൈദർ ഗെയിൻസ് ഓർ ലൂസ് ഹൈറ്റ് all at once but so gradually along an inclined path. The approach area indicates the wide area on either side of a particular runway up to certain distance which is clear of obstruction. അപ്പോൾ നമുക്കറിയാം എയർക്രാഫ്റ്റ് ഒറ്റയടിക്ക് നമുക്ക് മുകളിലേക്ക് വെർട്ടിക്കലി റൈസ് ചെയ്യുമല്ല. അതെന്തായിരിക്കും, പതുക്കെ ഹൈറ്റ് അറ്റൈൻ ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്, ഇതേപോലെ ഗ്രാജുവലി. അപ്പോൾ അതിന് ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ എയർ സ്പേസ് സറൗണ്ടിങ്സിൽ വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് അപ്രോച്ച് സോൺ. ഇപ്പോൾ നമ്മൾ ഇത് 3D വ്യൂവിൽ ഇങ്ങനെ കാണുമെങ്കിലും നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ട്രപ്പിസോഡൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏരിയ ഓൺ ഗ്രൗണ്ട് ഈസ് എ ട്രപ്പിസോഡൽ ഇൻ ഷേപ്പ്. ഇറ്റ്സ് വിഡ്ത്ത് ഈസ് ഇൻക്രീസിങ് ഫ്രം ദ റൺവേ എൻഡ് ഔട്ട്വേർഡ്സ്. അപ്പോൾ റൺവേ എൻഡിൽ അതിൻ്റെ വിഡ്ത്ത് ചെറുതാണെങ്കിലും പുറത്തേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ വിഡ്ത്ത് കൂടി ഒരു ട്രപ്പിസോഡൽ ഷേപ്പിലായിരിക്കും നമ്മൾ ഈ അപ്രോച്ച് സോൺ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് സൈനേജ് ആൻഡ് മാർക്കിങ്സ്. ഇപ്പോൾ നമ്മൾ മെയിൻ കമ്പോണൻസ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് സൈനേജും മാർക്കിങ്സും. ദർ ആർ 6 ടൈപ്പ് ഓഫ് സൈൻസ് ഇൻസ്റ്റലേഷൻ ഓൺ എയർഫീൽഡ്. എയർഫീൽഡിൽ 6 ടൈപ്പ് സൈൻസ് ആണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത് സാധാരണ. ഒന്നാമത്തെ മാൻഡേറ്ററി ഇൻസ്ട്രക്ഷൻ സൈൻ യൂസ്ഡ് ടു ഡിനോട്ട് ആൻ എൻട്രൻസ് ടു റൺവേ ഓർ ക്രിട്ടിക്കൽ ഏരിയ. ഒരു റൺവേയുടെ അകത്തേക്കുള്ള എൻട്രൻസും അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഏരിയയുടെ അകത്തേക്കുള്ള എൻട്രൻസും മാർക്ക് ചെയ്തേക്കുന്ന സൈൻ ബോർഡിനെയാണ് മാൻഡേറ്ററി ഇൻസ്ട്രക്ഷൻ സൈൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലൊക്കേഷൻ സൈൻ യൂസ് ടു ഐഡൻറ്റിഫൈ ഐദർ ടാക്സി വേ ഓർ റൺവേ ഓൺ വിച്ച് എയർക്രാഫ്റ്റ് ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ എയർക്രാഫ്റ്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ടാക്സി വേ അല്ലെങ്കിൽ റൺവേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന മാർക്കിംഗ് ആണ് ലൊക്കേഷൻ സൈൻ. അടുത്ത ഡയറക്ഷൻ സൈൻ ഷോ ദ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഡെസ്റ്റിനേഷൻ സൈൻ ഇൻഡിക്കേറ്റിംഗ് എ ഡെസ്റ്റിനേഷൻ ഓൺ ദ എയർഫീൽഡിൽ ആ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് ഏത് ഡെസ്റ്റിനേഷനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഇൻഡിക്കേഷനാണ് ഡെസ്റ്റിനേഷൻ സൈൻ. അടുത്ത ഇൻഫർമേഷൻ സൈൻ യൂസ് ടു പ്രൊവൈഡ് ദ പൈലറ്റ് വിത്ത് ഇൻഫർമേഷൻ. അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്ത റേഡിയോ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ടവറിൽ നിന്ന് പൈലറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൈലറ്റിന് ലാൻഡിങ് സമയത്ത് കൊടുക്കാൻ വേണ്ടി ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇൻഫർമേഷൻ സൈൻ. അടുത്ത റൺവേ ഡിസ്റ്റൻസ് റിമൈനിങ് സൈൻ. ഇത് യൂഷ്വലി റൺവേയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ റൺവേയിൽ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൈലറ്റിന് അവയർനായിരിക്കണം ഇനി ഇത്ര റൺവേയും കൂടിയേ പെൻഡിങ് ഉള്ളൂ, അപ്പോൾ അതിന് മുമ്പേ ടേക്ക് ഓഫ് നടക്കണം.
അപ്പോൾ അതിന് വേണ്ടി പൈലറ്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് റൺവേ റിമൈനിങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്ര റൺവേ ഉണ്ടെങ്കിൽ ഓരോരുത്തും ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അവസാനം 0 ആയിരിക്കും. അതോടെ റൺവേ തീരും. അപ്പോൾ അതിന് മുമ്പേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് നടന്നിട്ടുണ്ടാവും. ഇത്രയാണ് നമുക്ക് എയർപോർട്ട് കമ്പോണൻസിൽ വരുന്നത്. ഇനി സിമ്പിളായിട്ടൊരു 3 മാർക്കിന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ആൻ എയർപോർട്ട് വിത്ത് എ നീറ്റ് സ്കെച്ച് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്നത് മാത്രം മാർക്ക് ചെയ്താൽ മതി. മെയിനായിട്ട് വരുന്ന എയർപോർട്ട് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ റൺവേ ഉണ്ട്, സ്റ്റോപ്പ് വേ ഉണ്ട്, ക്ലിയർ വേ, അപ്രോച്ച് സോൺ, ടാക്സി വേ, അപ്രോൺ, ടെർമിനൽ ബിൽഡിംഗ്, ഹാങ്ങർ. ഇത്രയാണ് സിമ്പിളായിട്ട് അതിൻ്റെ കമ്പോണൻസ് വരുന്നത്. ഇനി നമുക്കൊരു 2 ഡയമെൻഷണൽ ഫിഗറിൽ അത് മാർക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഒരു ടാർ ചെയ്ത പോർഷനാണ് നമ്മുടെ റൺവേ. ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന റോഡുകളാണ് ടാക്സി വേ. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ്, ടെർമിനൽ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്ഥലമാണ് അപ്രോൺ. ഇത് മൊത്തത്തിൽ അപ്രോൺസ് ആണ്. ഇനി ഫ്യൂവൽ അല്ലെങ്കിൽ ഗുഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത് ഫ്രൈറ്റ്. ഇവിടെ ഒരു ടവറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ്. ഇതാണ് ഹാങ്ങർ, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെഡുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 2 ഡയമെൻഷണൽ ഫിഗർ വരച്ചിട്ട് ആ പാർട്സ് കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ മൈന്യൂട്ടായിട്ടുള്ള കുറേ മാർക്കിങ്സ് ഈ എയർപോർട്ടിൽ വരുന്നുണ്ട്. ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എയർപോർട്ടും അതിൻ്റെ കമ്പോണൻസും ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓരോ കമ്പോണൻസും നന്നായിട്ട് ഒരു എസ്സേ എഴുതാൻ പാകത്തിന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.